നിരവധി കച്ചവടക്കാർ. നമ്മൾ ആദ്യം പോകുന്നത് വളരെ സന്തോഷവും അഭിമാനകരവുമായ ഒരു വാർത്തയിലേക്കാണ്. 2020 ലോക കിരീട നേട്ടത്തിന് പിന്നാലെ ഇന്ത്യൻ ടീം നാട്ടിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ വമ്പൻ സ്വീകരണമാണ് BCCIയും ആരാധകരും ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, കഴിഞ്ഞ ശനിയാഴ്ച നടന്ന മത്സരം ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി നീണ്ട ഒരു കാത്തിരിപ്പ്. ബാർബഡോസിലെ മോശം കാലാവസ്ഥയാണ് ഇന്ത്യൻ ടീമിനെ നാട്ടിലെത്തിക്കാൻ ഇത്രയ്ക്കും ഒരു താമസം എടുത്തിരിക്കുന്നത്. ഒടുവിൽ ജന്മനാട്ടിലെത്തിയിരിക്കുന്നു. അഭിമാനമായ ഒരു നിമിഷം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിരാ, തീർച്ചയായും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇന്ത്യക്കാരൻ എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീം, ഈ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം നാട്ടിലേക്ക് എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ലോകം തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നു എന്ന നിലയിലേക്ക് ഇതിനെ നമുക്ക് പറയാൻ കഴിയാവുന്നതാണ്. 2020 ലോകകപ്പ് നേടിയതിന് പിന്നാലെ ഇന്ത്യൻ ടീം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ഒരു സ്വീകരണം BCCIയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ വമ്പൻ സ്വീകരണം എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്കുള്ളൊരു സ്വീകരണമാണ് ഡൽഹി വിമാനത്താവളത്തിൽ ഈ താരങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ മോശം കാലാവസ്ഥയെ തുടർന്ന് ബാർബഡോസിലെ ചുഴലിക്കാറ്റും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ടീമിൻ്റെ നാട്ടിലേക്കുള്ള മടക്കം ഇത്രയും വൈകിയത്. എന്തായാലും ഇന്ന് പുലർച്ചെ ഡൽഹി വിമാനത്താവളത്തിലെത്തി. അവിടെയും ഈ മഴയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താരങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പോകുന്ന കാര്യത്തിൽ അല്പം താമസം നേരിട്ടു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ ഇന്ത്യൻ ദേശീയ ടീം അംഗങ്ങളുടെ ദിവസം തന്നെയാണ്. അവർക്ക് ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും അഭിമാനിക്കാനും ഉള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലുള്ള പരിപാടികൾ തന്നെയാണ് ഇന്ന് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ടീം അംഗങ്ങളെ സംബന്ധിച്ചും വിവിധ പരിപാടികളുണ്ട്. 9 മണി വരെയും ടീം അംഗങ്ങൾ ഈ ഡൽഹിയിലെ ഹോട്ടലിൽ തുടരും. അവിടെ അല്പനേരം അവർക്ക് വിശ്രമമുണ്ട്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രി ഈ ടീം അംഗങ്ങളെ ആകെ ഇന്ന് അഭിനന്ദിക്കും. 9 മണി മുതൽ 2 മണിക്കൂർ നേരം ഇന്ത്യൻ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പം ചെലവഴിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രഭാത ഭക്ഷണം പ്രധാനമന്ത്രിക്കൊപ്പമാണ് കഴിക്കുക. അതിനുശേഷം വൈകിട്ടാണ് ഈ മുംബൈ വാങ്കഡയിൽ വലിയ ഒരു റോഡ് ഷോ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം 2020 ലോകകപ്പ് നേടിയ ഘട്ടത്തിലും ഇത്തരത്തിൽ വലിയൊരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകകപ്പ് ഈ 2020 ലോകകപ്പ് ഇന്ത്യ നേടിയപ്പോഴും ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയൊരു ആവശ്യം ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. അത്തരത്തിൽ അത് റീക്രിയേറ്റ് ചെയ്യണം, അത് പുനരാവിഷ്കരിക്കണം ആ രംഗം എന്നത് ആരാധകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വലിയൊരു ആവശ്യമായിരുന്നു. ഏതായാലും അത്തരത്തിൽ വലിയ ഒരു റോഡ് ഷോ വാങ്കഡയിൽ നടക്കാൻ പോവുകയാണ്. വൈകിട്ടോടുകൂടിയാണ് ഈ റോഡ് ഷോ നടക്കുക. താരങ്ങളെല്ലാം തന്നെ ഈ റോഡ് ഷോയിൽ അണിനിരക്കും. ഏതായാലും ഇന്നിപ്പോൾ ഈ ഇന്ത്യൻ ടീം അംഗങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി 2 മണിക്കൂറോളം ടീം അംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അവർക്കൊപ്പമായിരിക്കും പ്രധാനമന്ത്രിയും പ്രഭാത ഭക്ഷണം കഴിക്കുക. ഓരോരുത്തരെയും കഴിഞ്ഞ തവണയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ടീം അംഗങ്ങളെ പ്രത്യേകമായി വിളിച്ച് അഭിനന്ദിക്കുകയും അവർക്കൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കുറിയും അത് തന്നെയാണ് നടക്കുന്നത്. വലിയ നിലയിലുള്ള ഒരു സ്വീകരണം ഡൽഹി വിമാനത്താവളത്തിൽ ആരാധകരും BCCIയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പരിപാടിയാണ് ഈ ടീം അംഗങ്ങളെ കാത്തിരിക്കുന്നത്. അതിനുശേഷം അല്പനേരത്തെ വിശ്രമത്തിന് ശേഷമായിരിക്കും പ്രത്യേക വിമാനത്താവളത്തിൽ ടീം അംഗങ്ങൾ മുംബൈയിലേക്ക് തിരിക്കുക. വൈകിട്ടോടെയാണ് മുംബൈ വാങ്കഡയിൽ ഈ റോഡ് ഷോ നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ സിംബാബ്വേയുമായുള്ള ഒരു പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ അടക്കം ഈ പരമ്പരയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എന്നാൽ ആദ്യത്തെ 5 മത്സരങ്ങൾ അടങ്ങി ഈ പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിൽ ജയ്സോൾ അടക്കമുള്ള സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ഈ പരമ്പരയിലെ ആദ്യത്തെ 2 മത്സരങ്ങളിൽ പങ്കെടുക്കില്ല. ഈ പരിപാടികളെല്ലാം, അതായത് ഈ സ്വീകരണ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ 3 മത്സരങ്ങളിലായിരിക്കും സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ സിംബാബ്വേയിൽ ടീമിനൊപ്പം ചേരുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാജ്യത്തെ സംബന്ധിച്ചും ഈ ഇന്ത്യൻ ടീം അംഗങ്ങളെ സംബന്ധിച്ചും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. ആ നിലയിലുള്ള പ്രൗഢമായ ഒരു സ്വീകരണം തന്നെയാണ് ഇന്ന് ഡൽഹി വിമാനത്താവളത്തിലും ഈ ടീം അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആതിര. ശരി കമലേഷ്, 2020 ലോക കിരീടത്തിന് പിന്നാലെ ഇന്ത്യൻ ടീം നാട്ടിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ വമ്പൻ സ്വീകരണമാണ് BCCIയും ആരാധകരും ഒരുക്കിയിരിക്കുന്നത്.
ഈ സന്തോഷകരമായ അഭിമാനകരമായ വാർത്ത കഴിഞ്ഞതിന് ശേഷം ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. ഫാറൂഖ് ഇരുമൂളിപ്പറമ്പ് സ്വദേശി